നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. കുന്നംകുളം ചെറുവത്താണിയിൽ 15 ലിറ്റർ മദ്യവുമായി യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. പുന്നൂർകുളം കടിക്കാട് സ്വദേശി വെള്ളാട്ടിൽ അനീഷിനെയാണ് കുന്നംകുളം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ മണികണ്ഠന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന സഞ്ചിയിൽ നിന്നും 30 കുപ്പികളിലായി സൂക്ഷിച്ചിരുന്ന 15 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തത്. തലപ്പള്ളി താലൂക്കിലെ മുണ്ടകൻ പാടങ്ങളിൽ മികച്ച വിളവ് ലഭിച്ചെങ്കിലും കർഷകർ ആശങ്കയിലാണ്. ഏക്കറിന് 2 ടൺ നെല്ല് സംഭരിക്കാൻ കഴിയൂ എന്ന് കൃഷിവകുപ്പും സിവിൽ സപ്ലൈ കോർപ്പറേഷനും തീരുമാനിച്ചതാണ് കർഷകർക്ക് പ്രതിസന്ധിയായത്. കോൾപാടങ്ങളിൽ 4 ടൺ വരെ നെല്ല് സംഭരിക്കുമ്പോഴാണ് മറ്റു പാടശേഖരങ്ങളോടുള്ള വിവേചനമെന്ന് കർഷകർ പറയുന്നു. അടിയന്തരമായി സർക്കാർ വിഷയത്തിൽ ഇടപെട്ട് കർഷകർ ഉൽപ്പാദിപ്പിച്ച മുഴുവൻ നെല്ലും സംഭരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ കൃഷിവകുപ്പ് മന്ത്രിക്കും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രിക്കും പരാതി നൽകി. അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ നെല്ല് മുഴുവൻ ജില്ലാ കൃഷി ഓഫീസിൽ കൊണ്ടുവന്നിട്ട് പ്രതിഷേധിക്കുമെന്ന് കെ അജിത് കുമാർ അറിയിച്ചു. ഫെബ്രുവരി 13 റേഡിയോ ദിനം. കാലം മാറിയതിനനുസരിച്ച് റേഡിയോ അപ്രത്യക്ഷമായെങ്കിലും മാറ്റമില്ലാതെ റേഡിയോ കൈവിടാതെ നെഞ്ചിലേറ്റി നടക്കുകയാണ് തിരുവത്ര കുഞ്ചേരി സ്വദേശി ആചാരി തിരുവത്ര എന്ന മോഹൻദാസ്. പരിചയപ്പെടാം ഒരു റേഡിയോ സ്നേഹിയെ. ഹാരിസ് ചാവക്കാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ, നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. സ്മാർട്ട് ഫോണുകളുടെ വിപ്ലവവും സമൂഹമാധ്യമങ്ങളുടെ അതിപ്രസരവും ആചാരി തിരുവത്രയ്ക്ക് റേഡിയോയോടുള്ള ഭ്രമം ഒട്ടും കുറച്ചില്ല. 13-ാം വയസ്സിൽ തുടങ്ങിയതാണ് റേഡിയോ നിലയങ്ങളിലേക്ക് കത്തുകൾ അയക്കുവാൻ. ഇപ്പോൾ 50 വർഷം പിന്നിട്ടു. റേഡിയോ പംക്തികളായ നിങ്ങളുടെ കത്തുകളിലും എഴുത്തുപെട്ടിയിലും ഇദ്ദേഹത്തിന്റെ പേര് നിരന്തരം കേൾക്കാം. ഇത്രയും വർഷം കൊണ്ട് ആചാരി തിരുവത്ര ആകാശവാണിയിലേക്ക് അയച്ച കത്തുകളുടെ എണ്ണം കേട്ടാൽ ആരായാലും ഒന്ന് അതിശയിച്ചു പോകും. കാരണം 40,000 കത്തുകൾ കഴിഞ്ഞു. ഉച്ചപ്പാട്ടിന്റെ ഈ തിങ്കൾ പതിപ്പിലെ അതിഥി ആചാരി തിരുവത്ര സാഹിത്യ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ച ആനുകാലികങ്ങളിൽ ചിലതിന്റെ പേരാണ് പാട്ടിനു മുന്നേ കൂട്ടുകാരി പറഞ്ഞു നിർത്തിയത്. ചെമ്പരത്തി, മനോരാജ്യം, സഖി, പശ്ചിമതാരക, കുമാരി, സായാഹ്ന കൈരളി തുടങ്ങിയ പത്രമാസികകളിലും ആചാരി തിരുവത്ര എഴുതാറുണ്ട്. 50 വർഷത്തോളമായി ആകാശവാണിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്നു. ആകാശവാണിയുടെ തൃശൂർ, തിരുവനന്തപുരം, ആലപ്പുഴ, കോഴിക്കോട്, മഞ്ചേരി, കണ്ണൂർ, ദേവികുളം, കൊച്ചി നിലയങ്ങളുമായി നല്ല ബന്ധമാണ് മോഹൻദാസിനുള്ളത്. ആകാശവാണി നിലയങ്ങളുടെ എല്ലാ പരിപാടികളും സ്ഥിരമായി കേൾക്കുന്ന ഇദ്ദേഹത്തിന് റേഡിയോ കൂടാതെയുള്ള സമയം വളരെ അപൂർവമാണ്. പല പരിപാടികളിലും സ്റ്റുഡിയോയിൽ പങ്കെടുത്തിട്ടുമുണ്ട് ഈ 63-കാരൻ. എൻ്റെ റേഡിയോ ഭ്രമം കണ്ട് എൻ്റെ മാതാപിതാക്കൾ അന്ന് എനിക്കൊരു റേഡിയോ വാങ്ങിച്ചു തന്നു, മർഫി റേഡിയോ. അന്നു മുതൽ ഞാൻ റേഡിയോയുടെ ആരാധകനാണ്. ഇപ്പോൾ കഴിഞ്ഞ 50 വർഷത്തിലേറെയായി ഞാൻ ആകാശവാണി പരിപാടികൾ കേൾക്കുകയും അതുപോലെ തന്നെ പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. ഇന്നും ആകാശവാണി എൻ്റെ ഹൃദയത്തിലാണ്. സന്തത സഹചാരിയായി ഒരു പോക്കറ്റ് റേഡിയോ കരുതുന്നത് മോഹൻദാസിന് ഒരു ശീലമാണ്. ജോലിയുടെ ഇടവേളകളിൽ പോലും റേഡിയോ കേൾക്കാനാണ് ഇഷ്ടം. ഞാനിപ്പോൾ ജോലി സ്ഥലത്താണെങ്കിലും ഒരു പോക്കറ്റ് റേഡിയോ എൻ്റെ കയ്യിലുണ്ടാവും. ആ പോക്കറ്റ് റേഡിയോയിലെ പരിപാടികൾ കേട്ട് ഞാൻ ഒരിക്കലും പരിപാടി കേൾക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ പരിപാടികൾ കേട്ട് എല്ലാ ദിവസവും ഞാൻ റേഡിയോയിലേക്ക് അയക്കാറുണ്ട്. ഓരോ ദിവസത്തെയും പരിപാടികൾ കേട്ട് അഭിപ്രായങ്ങൾ എഴുതും. കഥാകൃത്ത്, കവി, ഗായകൻ, നടൻ, നിരൂപകൻ എന്നീ നിലകളിലും മോഹൻദാസ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടിയാണ് ആചാരി തിരുവത്ര. ചാവക്കാട് തിരുവത്ര കുഞ്ചേരിയിൽ ഉഷനന്ദിനിയാണ് ഭാര്യ. മകൾ അർച്ചനാദാസ് ഹോമിയോ ഡോക്ടറാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതിയുഗ യാത്രയുടെ ഭാഗമായി ഗുരുവായൂരിൽ നേതൃത്വ സംഗമം സംഘടിപ്പിച്ചു. ഫെബ്രുവരി 18-ന് ചാവക്കാട് മുനിസിപ്പൽ ചത്തുരത്തിൽ യാത്രയ്ക്ക് സ്വീകരണം നൽകുന്നതിനായി സംഘടിപ്പിച്ച സംഗമം DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. KPCC ജനറൽ സെക്രട്ടറി O. അബ്ദുൾ റഹ്മാൻ കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. സംഘാടക സമിതി ചെയർമാൻ CH റഷീദ് അധ്യക്ഷത വഹിച്ചു. RV അബ്ദുൾ റഹീം, KV ഷാനവാസ്, അരവിന്ദൻ പല്ലത്ത്, VK ഫസലുലലി, RP ബഷീർ, ഉമ്മർ മുക്കണ്ടത്ത്, KK ഹംസക്കുട്ടി എന്നിവർ സംസാരിച്ചു.
സംഗീത ആസ്വാദകരുടെ ചുണ്ടിൽ തത്തിക്കളിക്കുന്ന പാട്ടിന്റെ രചയിതാവിന് ഗാനപ്രിയരുടെ സഹായഹസ്തം. പല്ലവി എന്ന സിനിമയിലെ ദേവി ക്ഷേത്രനടയിൽ ദീപാരാധനാ വേളയിൽ എന്ന ഗാനമെഴുതിയ പരത്തുള്ളി രവീന്ദ്രനെ തേടിയാണ് കണ്ടാണശ്ശേരി മ്യൂസിക് ആർട്സ് സെന്ററിന്റെ ഭാരവാഹികൾ കൊണ്ടോട്ടിയിലെ വസതിയിൽ ചെന്നത്. ദേവി ക്ഷേത്രനടയിൽ ദേവാരാധന വേളയിൽ ദേവസ്തംഭം തെളിച്ചു നിൽക്കും ദേവികേ നീയൊരു കവിത ത്രിസന്ധ്യ എഴുതിയ കവിത. കണ്ണൂർ രാജൻ സംഗീതം നൽകിയ ഗാനം ആലപിച്ചത് കെ.ജെ. യേശുദാസാണ്. പല്ലവി എന്ന സിനിമയ്ക്കു വേണ്ടി കിനാവിന്റെ കടവിൽ ഇളനീര് എന്ന ഗാനവും പരത്തുള്ളി രവീന്ദ്രൻ രചിച്ചിരുന്നു. ഈ ഗാനങ്ങൾ പിറവിയെടുത്ത് 50-ാം വർഷം പിന്നിടുന്ന ഘട്ടത്തിലാണ് കണ്ടാണിശ്ശേരിയിലെ മാക് പ്രവർത്തകർ രാമനാട്ടുകര കൊണ്ടോട്ടി റോഡിൽ കൈതക്കുണ്ടിലെ വാടക വീട്ടിൽ കഴിയുന്ന പരത്തുള്ളി രവീന്ദ്രനെ കാണാനും ചികിത്സാ സഹായം കൈമാറാനുമായി വസതിയിലെത്തിയത്. 30,000 രൂപയുടെ ചികിത്സാ സഹായം മ്യൂസിക് ആർട്സ് സെന്റർ ഭാരവാഹികൾ കൈമാറി. CPIM തൃശൂർ ജില്ലാ സെക്രട്ടറിയും സംഗീതാസ്വാദകനുമായ KV അബ്ദുൾ ഖാദർ, VS ജവഹർ, KS സത്യാനന്ദ്, സുരേഷ് ശങ്കർ എന്നിവരാണ് പരത്തുള്ളി രവീന്ദ്രന്റെ ഭവനത്തിലെത്തി തുക കൈമാറിയത്. പരത്തുള്ളിയുടെ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ സുരേഷ് ശങ്കർ ആലപിച്ച ശേഷമാണ് മാക് കൂട്ടായ്മ ഭാരവാഹികൾ നാട്ടിലേക്ക് മടങ്ങിയത്. വർഷത്തിലധികം കടിക്കാട് സ്കൂളിൽ കായിക അധ്യാപകനായി സേവനം അനുഷ്ഠിച്ച് വിരമിക്കുന്ന നാസർ ഹുസൈൻ മാസ്റ്റർക്കുള്ള യാത്രയപ്പ് സമ്മേളനത്തിന്റെ ഭാഗമായി വനിതാ കബഡി സൗഹൃദ മത്സരം നടത്തി. കടിക്കാട് വെൽഫെയർ കമ്മിറ്റി, നാട്ടുകൂട്ടം, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മത്സരം സംഘടിപ്പിച്ചത്. കടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ പുന്നൂർക്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൈനബ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയന്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെമ്പർമാരായ ഷിമോദ് കാട്ടിച്ചേരി, KP ധർമ്മൻ, മിനി ടീച്ചർ, ആലത്തയിൽ മൂസ, ഫക്രുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ കബഡി സൗഹൃദ മത്സരത്തിൽ MI ഗേൾസ് പൊന്നാനിയും കടിക്കാട് കബഡി അക്കാദമി ടീമും കളത്തിലിറങ്ങി. 34 പോയിന്റ് നേടി MI ഗേൾസ് പൊന്നാനി വിജയിച്ചു. ചേർത്തലയിൽ നിന്നും എത്തി കടിക്കാടിനെ സ്വന്തം നാടായി സ്വീകരിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച നാസർ ഹുസൈൻ മാസ്റ്റർ സ്കൂളിന് കബഡി ഉൾപ്പെടെ സംസ്ഥാന ദേശീയ തലങ്ങളിലേക്ക് ഗോൾഡ് മെഡൽ ഉൾപ്പെടെ നിരവധി നേട്ടങ്ങൾ കൊയ്തെടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചിട്ടുണ്ട്. കബഡി മത്സരശേഷം 7 മണിക്ക് കോഴിക്കോട് സൃഷ്ടിയുടെ നേർക്കുനേർ എന്ന നാടകവും ഉണ്ടായിരുന്നു. 13-ന് വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടത്തുന്ന യാത്രയപ്പ് സമ്മേളനം മുൻ MLA KV അബ്ദുൾ ഖാദർ ഉദ്ഘാടനം ചെയ്യും. പുന്നൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഹസൻ തളികശ്ശേരി അധ്യക്ഷത വഹിക്കും. റിട്ടയേർഡ് ജില്ലാ ജഡ്ജി ശശിധരൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജംഷീറ, ബ്ലോക്ക് മെമ്പർ V അപ്പു മാസ്റ്റർ, പുന്നൂർക്കുളം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KH ആബിദ് തുടങ്ങി വാർഡ് മെമ്പർമാരും പൊതുപ്രവർത്തകരും പങ്കെടുക്കും. ചടങ്ങിൽ കബഡി സംസ്ഥാന ഗോൾഡ് മെഡൽ ജേതാവ് ദിയ ഫാത്തിമയെയും സിൽവർ മെഡൽ ജേതാവ് കൃഷ്ണപ്രിയയെയും അനുമോദിക്കും. തുടർന്ന് 6 മണിക്ക് വോയിസ് ഓഫ് ചേഞ്ച് അണ്ടത്തോട് ഗസൽ മഹ്ഫിലും അരങ്ങേറും. ഡിവൈഎഫ്ഐ കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം പട്ടിക്കര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കാരംസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. പട്ടിക്കര സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ മത്സരവേദിയിൽ ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ പ്രസിഡന്റ് ഫഹദ് മുസ്തഫ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഇർഫാൻ അധ്യക്ഷനായി. കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് റോഷൻ, അജ്മൽ എന്നിവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. ടൂർണമെന്റിൽ നൌഷാദ് ആൻഡ് അർഫാത്ത് എന്നിവരടങ്ങിയ ടീം 1-ാം സ്ഥാനവും റസൽ റൌഫ് ആൻഡ് അൻവർ എന്നിവരടങ്ങിയ ടീം 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. ചെറുവത്താണി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ 9 ദിവസത്തെ ഉത്സവത്തിന് തുടക്കമായി. ഫെബ്രുവരി 20-ന് ആറാട്ട്, ദേശപൂരം എന്നിവയോടെ സമാപിക്കും. വ്യാഴാഴ്ച ഉത്സവത്തിന്റെ ആദ്യ ചടങ്ങുകളായ പ്രസാദ ശുദ്ധി, വാസ്തുബലി,
അസ്ത്രകലശം, ആചാര്യവരണം എന്നിവ നടന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും വിശേഷാൽ പൂജകളുണ്ടാകും. 15-ന് രാത്രി 8-നാണ് ഉത്സവ കൊടിയേറ്റം. 18-ന് രാവിലെ 9 മണിക്ക് ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങുകളായ ഉത്സവ ബലി നടക്കും. 19-ന് വൈകിട്ട് 7 മണിക്ക് പള്ളിവേട്ടയും ഉണ്ടാകും. 20-ന് അയ്യപ്പൻകാവ് ശാസ്താക്ഷേത്രം ആറാട്ടുകടവിൽ രാവിലെ 9-ന് നടക്കുന്ന ആറാട്ട്, വൈകിട്ട് നടക്കുന്ന ദേശപൂരം എന്നിവയോടെ ഉത്സവം സമാപിക്കും. തന്ത്രിമാരായ മടത്തിൽ മുണ്ടയൂർ ദിവാകരൻ നമ്പൂതിരി, അരുൺ നമ്പൂതിരി, അഗ്നിശർമ്മൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികരാകും. 12 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ വൈകിട്ട് നാട്ടരങ്ങ് എന്നു പേരിട്ട കലാപരിപാടികളും 16-ാം തീയതി വൈകിട്ട് ഗാനമേളയും അരങ്ങേറും. തിരുവത്ര ശ്രീനാരായണ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ 34-ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. പ്രശസ്ത മ്യൂസിക് ഡയറക്ടർ മോഹൻ സിതാര ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ആൻഡ് സൊസൈറ്റി പ്രസിഡന്റ് പ്രൊഫസർ CC വിജയൻ അധ്യക്ഷത വഹിച്ചു. സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച പ്രമുഖ വ്യക്തിത്വങ്ങളായ ഡോക്ടർ ശ്രീജിത്ത് കൽപ്പുഴ, അഷ്ടമൂർത്തി ഡോക്ടർ ഷൗജാദ് മുഹമ്മദ്, ഡോക്ടർ ടി മുകുന്ദൻ, GK പ്രകാശൻ, രേഖാ കാർത്തികേയൻ, വാസുണ്ണി ഗുരുസ്വാമി, മധു ശക്തിധരൻ പണിക്കർ, സിദ്ധാർത്ഥ് എളവള്ളി, KC ശിവദാസ്, പൂർവ്വ വിദ്യാർത്ഥികളായ ഡോക്ടർ അമൃത P, അമൃത, അഡ്വക്കേറ്റ് നിരഞ്ജന എന്നിവരെ ആദരിച്ചു. SBN എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ സൊസൈറ്റി എക്സിക്യൂട്ടീവ് മെമ്പർ V ജയരാജ്, സ്കൂൾ പ്രിൻസിപ്പാൾ പ്രിയ മധു, BVN ജില്ലാ സമിതി അംഗം ഷാജി വരവൂർ, ശോഭ ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ബ്ലാങ്ങാട് GF UP സ്കൂളിന്റെ നേതൃത്വത്തിൽ 106-ാം വാർഷികം സർഗതാളം 2026 സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭാ അധ്യക്ഷൻ AH അക്ബർ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ഉപാധ്യക്ഷ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP രഞ്ജിത്ത് കുമാർ പൂർവ്വ വിദ്യാർത്ഥികളെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. സൗണ്ട് മജിഷ്യൻ പ്രതിജ്ഞൻ വിശിഷ്ടാതിഥിയായി. നഗരസഭാ കൗൺസിലർ ഷീജ പ്രശാന്ത് പ്രതിഭകൾക്കുള്ള പുരസ്കാരങ്ങളും ചാവക്കാട് AEO VB സിന്ധു LSS വിജയികൾക്കുള്ള എൻഡോമെന്റ് വിതരണവും നിർവഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് മെമ്പർ CV മുരളീധരൻ സ്കൂൾ മാഗസിൻ പ്രകാശനം ചെയ്തു. മുൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രസന്ന രണദിവെ പ്രീ പ്രൈമറി കോൺവൊക്കേഷനിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റും കടപ്പുറം പഞ്ചായത്ത് അംഗം AR രാജേഷ് സമ്മാനങ്ങളും വിതരണം ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറി PN സത്യവതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. KK തുളസി ടീച്ചർ സർഗതാളം മാഗസിന്റെ ആദ്യ വായന നടത്തി. ER സോമൻ, CN പ്രസാദ്, ഉണ്ണി ആർട്സ്, ബഷീർ ബച്ചി, ജലാലുദ്ദീൻ തെരുവത്ത്, ബാലകൃഷ്ണൻ കുന്നത്ത്, രാമദാസ് പുളിഞ്ചൻ, തെൽസിയത്ത് മൂസിൻ, PS കർണൻ എന്നിവർ സംസാരിച്ചു. ഹെഡ് മിസ്ട്രസ് CD വിജി സ്വാഗതവും PTA പ്രസിഡന്റ് TV വിബിത നന്ദിയും പറഞ്ഞു. പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ കോൺവൊക്കേഷൻ, മാജിക് ഷോ എന്നിവ ശ്രദ്ധേയമായി. തൊഴിലാളി പണിമുടക്കിനെ തുടർന്ന് ഭക്ഷണശാലകൾ അടഞ്ഞതോടെ കുന്നംകുളം നഗരത്തിൽ ഭക്ഷണത്തിനായി ബുദ്ധിമുട്ടിയവർക്ക് ആശ്വാസമേകി സേവാഭാരതി. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പഴയ ബസ് സ്റ്റാൻഡിലെത്തിയ വഴിയാത്രക്കാർക്കും ഉച്ചഭക്ഷണം വിതരണം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AV മണികണ്ഠൻ പൊതിച്ചോറ് വിതരണം ഉദ്ഘാടനം ചെയ്തു. പേരകം മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ശനി ഞായർ ദിവസങ്ങളിൽ ആഘോഷിക്കും. ശനിയാഴ്ച വിശേഷാൽ പൂജകൾ ഉണ്ടാകും. ഞായറാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, നാഗപൂജ എന്നിവ നടക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് പൂരം എഴുന്നള്ളിക്കും, പറവെപ്പും ഉണ്ടാകും. അന്നദാനവും ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്രം പ്രസിഡന്റ് KC സുനിൽ, സെക്രട്ടറി MV പ്രഭകുമാർ, ട്രഷറർ മഹേന്ദ്രൻ, രക്ഷാധികാരി TS പത്മനാഭൻ എന്നിവർ അറിയിച്ചു. ലിറ്റിൽ ഫ്ലവർ ഓട്ടോണമസ് കോളേജിൽ കരിയർ ലോഞ്ച് 2026 സംഘടിപ്പിച്ചു. തൊഴിൽമേളയിൽ 22 പ്രമുഖ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുത്തു. വിവിധ തൊഴിൽ അവസരങ്ങളിലേക്ക് നടത്തിയ റിക്രൂട്ട്മെന്റിൽ 248 പേർക്ക് തൊഴിൽ വാഗ്ദാനം ലഭിച്ചു. പഠനം കഴിഞ്ഞ് ഇറങ്ങുന്നതോടെ തൊഴിൽ മേഖലയിലേക്ക് കയറുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ലിറ്റിൽ ഫ്ലവർ കോളേജ് തൊഴിൽമേളകൾ സംഘടിപ്പിക്കുന്നത്. പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെന്നി തെരേസ്, കോളേജ് പ്ലേസ്മെന്റ് ഓഫീസർ CF ലിൻസൺ, കരിയർ ഗൈഡൻസ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ അനുജ മാത്യു എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണ്ണ ഗ്രാമിന് 14,280 രൂപ, പവന് 1,14,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 280 രൂപ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.